ഏഷ്യയിലെ രണ്ടാമത്തേതും ഇന്ത്യയിലെ ആദ്യത്തേതുമായ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി. 2020-ലുണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച ഇടുക്കി ജില്ലയിലെ പ്രദേശം ഏതാണ്? പെട്ടിമുടി. 2019-ൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച മലപ്പുറം ജില്ലയിലെ പ്രദേശം കവളപ്പാറയാണ്. 2019-ലുണ്ടായ ഉരുൾപൊട്ടലിൽ അനേകം പേർ മരിച്ച വയനാട് ജില്ലയിലെ പ്രദേശം പുത്തുമല. 2020 നവംബറിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് ഏതാണ്? ഗതി. ഇന്ത്യയാണ് ഈ ചുഴലിക്കാറ്റിന് പേര് നിർദ്ദേശിച്ചത്. 2019-ൽ അറബിക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റാണ് വായു. 2020 ഡിസംബറിൽ തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലും നാശം വിതച്ച ബംഗാൾ ചുഴലിക്കാറ്റാണ് ബുർവേ. മാലിദ്വീപാണ് ഈ കാറ്റിന് പേര് നൽകിയത്. 2020 നവംബറിൽ തമിഴ്നാട്ടിലും അയൽ സംസ്ഥാനങ്ങളിലുമായി വീശിയ ചുഴലിക്കാറ്റാണ് നിവാർ. ഇറാനാണ് നിവാറിന് പേര് നൽകിയത്. 2020-ൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളായ മഹാരാഷ്ട്ര, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ വീശിയടിച്ച ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റാണ് നിസർഗ. ബംഗ്ലാദേശാണ് നിസർഗയ്ക്ക് പേര് നൽകിയത്. ഇന്ത്യയിൽ ആദ്യമായി ആനകൾക്ക് വേണ്ടിയുള്ള ആശുപത്രി നിലവിൽ വന്ന നഗരം ഏതാണ്? മധുര. കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക ഗ്രാമം ഏതാണ്? ആശ്രമം കണ്ടൽ വനം. നഗരങ്ങളിലെ കാലാവസ്ഥാ പ്രവചനത്തിനായി കേന്ദ്ര ഭൂമിശാസ്ത്ര വകുപ്പ് പുറത്തിറക്കിയ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? മോസം. ലോകത്തിൽ ആദ്യമായി വെട്ടുക്കിളികളെ നിയന്ത്രിക്കാൻ ഡ്രോൺ ഉപയോഗിച്ച രാജ്യം? ഇന്ത്യ. ലോകത്തിലെ ആദ്യ പരിസ്ഥിതി സൗഹൃദ ഫ്ലോട്ടിംഗ് ഹൗസുകൾ നിർമ്മിച്ചത് എവിടെയാണ്? ദുബായ്. 2021 മെയ് 21-ന് അന്തരിച്ച ഭാരതത്തിലെ ശ്രദ്ധേയനായ പരിസ്ഥിതി പ്രവർത്തകനും ചിപ്കോ പ്രസ്ഥാനത്തിന്റെ നേതാവുമായ വ്യക്തി? സുന്ദർലാൽ ബഹുഗുണ. 2021-ലെ അന്താരാഷ്ട്ര വനദിനത്തിന്റെ പ്രമേയം എന്താണ്? ഫോറസ്റ്റ് റീസ്റ്റോറേഷൻ എ പാത്ത് ടു റിക്കവറി ആൻഡ് വെൽബീയിങ്. അന്താരാഷ്ട്ര വനദിനം മാർച്ച് 21. 2021-ലെ ലോക ജലദിനത്തിന്റെ പ്രമേയം വാല്യൂയിങ് വാട്ടർ എന്നാണ്. ലോക ജലദിനം മാർച്ച് 22. 2021-ലെ ലോക കാലാവസ്ഥാ ദിനത്തിന്റെ പ്രമേയം ദ ഓഷ്യൻ അവർ ക്ലൈമറ്റ് ആൻഡ് വെതർ എന്നാണ്. ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2021-ലെ ലോക ജൈവ വൈവിധ്യ ദിനത്തിന്റെ പ്രമേയം വി ആർ പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ എന്നാണ്. ലോക ജൈവ വൈവിധ്യ ദിനം മെയ് 22. 2021-ലെ ലോക ഭൗമദിനത്തിന്റെ പ്രമേയം റീസ്റ്റോർ അവർ എർത്ത് എന്നാണ്. ലോക ഭൗമദിനം ഏപ്രിൽ 22. 2021-ലെ മൈലമ പുരസ്കാര ജേതാവ് ആരാണ്? അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 പ്രകാരം വനവൽക്കരണത്തിലും സംരക്ഷണത്തിലും മുന്നിൽ നിൽക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ആന്ധ്രാപ്രദേശ്. ആന്ധ്ര കഴിഞ്ഞാൽ വനവൽക്കരണത്തിന് മുന്നിലുള്ള സംസ്ഥാനങ്ങൾ തെലുങ്കാനയും ഒഡീഷയും കർണാടകയും ജാർഖണ്ഡുമാണ്. ഇന്ത്യ സ്റ്റേറ്റ് ഓഫ് ഫോറസ്റ്റ് റിപ്പോർട്ട് 2021 പ്രകാരം വനമേഖല ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശാണ്. മൃഗങ്ങളുടെ കണക്കെടുപ്പ് നടത്തുന്നതിനായി കേരളത്തിൽ ആദ്യമായി ഉപയോഗിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? എം സ്ട്രൈപ്സ്. വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ എത്തുന്ന കാട്ടാനകളെ അതിന്റെ ആവാസ കേന്ദ്രത്തിലേക്ക് തുരത്തുന്ന വനം വകുപ്പ് ഓപ്പറേഷൻ എന്താണ്? ഓപ്പറേഷൻ ഗജ. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന പാമ്പുകളെക്കുറിച്ച് വിവരം നൽകാൻ വനം വകുപ്പ് ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ്? സർപ്പ ആപ്പ്. കേരളത്തിൽ കാണപ്പെടുന്ന പാമ്പുകളെക്കുറിച്ചുള്ള വിവരങ്ങളടങ്ങിയ മൊബൈൽ ആപ്ലിക്കേഷനാണ് സ്നേക് പീഡിയ. പെരിയാറിലെ മൂവാറ്റുപുഴയാറിലെയും കൈവഴികളിലെ നീരൊഴുക്ക്
സുഗമമാക്കുന്നതിനായി എറണാകുളം ജില്ലാ ഭരണകൂടം ആരംഭിച്ച പദ്ധതി ഓപ്പറേഷൻ വാഹിനി. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി സുഭിക്ഷം സുരക്ഷിതം പദ്ധതി. ഗ്രാമീണ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന നാട്ടുമരങ്ങളുടെ വിവരശേഖരണത്തിനായി ഇന്ത്യൻ നാഷണൽ ട്രസ്റ്റ് ഫോർ ആർട്സ് ആൻഡ് കൾച്ചറൽ ഹെറിറ്റേജ് ആരംഭിച്ച പദ്ധതി മരങ്ങളും നാട്ടിലെ കഥകളും. ഏത് കനാലിന്റെ നവീകരണ സംരക്ഷണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ഗോൾഡൻ കനാൽ പദ്ധതി. അനന്ത വിക്ടോറിയ മാർത്താണ്ഡം കനാൽ. ലോകത്തിലെ ആദ്യത്തെ സസ്യാധിഷ്ഠിത COVID-19 വാക്സിൻ ഏതാണ്? കോവിഫെൻസ്. ഇന്ത്യയിലെ ആയുർവേദത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ എവിടെയാണ് ആരോഗ്യവനം സ്ഥാപിച്ചത്? രാഷ്ട്രപതി എസ്റ്റേറ്റിൽ. തെരുവ് മൃഗങ്ങൾക്കായുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ആംബുലൻസ് ആരംഭിച്ചത് എവിടെയാണ്? ചെന്നൈ. 2022 ലോക വന്യജീവ ദിനത്തിന്റെ തീം ആവാസ വ്യവസ്ഥയുടെ പുനരുജ്ജീവനത്തിനായി ജീവിവർഗങ്ങളെ വീണ്ടെടുക്കുക. ചിത്രശലഭങ്ങളുടെ സംരക്ഷണത്തിനായി നിലവിൽ വന്ന പദ്ധതി ശലഭത്താര പദ്ധതി. 2022 മാർച്ച് മാസം ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ചുഴലിക്കാറ്റ് അസാനി. അസാനി ചുഴലിക്കാറ്റിന് പേര് നൽകിയ രാജ്യം ശ്രീലങ്ക. സിംഹള ഭാഷയിൽ ഉഗ്രകോപം എന്നാണ് അസാനിയുടെ അർത്ഥം. സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലും കാർഷിക സംസ്കാരം ഉണർത്തുക, കേരളത്തെ ഭക്ഷ്യ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച പദ്ധതി ഞങ്ങളും കൃഷിയിലേക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ അങ്ങാടിക്കുരുവി പാർക്ക് എവിടെയാണ്? പാളയം ചന്ത. 2022 ലോക അങ്ങാടിക്കുരുവി ദിനത്തിന്റെ തീം ഞാൻ അങ്ങാടിക്കുരുവികളെ സ്നേഹിക്കുന്നു. നവകേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടപ്പാക്കുന്ന ജനകീയ നീർച്ചാൽ ശുചീകരണ പദ്ധതി അറിയപ്പെടുന്ന പേര് ഇനി ഞാൻ ഒഴുകട്ടെ. 2022 ലോക വനദിനത്തിന്റെ തീം വനങ്ങളും സുസ്ഥിര ഉൽപാദനവും ഉപഭോഗവും. ഖനന മേഖലയിൽ ജൈവ ഉദ്യാനമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് ആരംഭിച്ച പദ്ധതി ഹരിതം ഈ തീരം. 2022 ലോക ജലദിനത്തിന്റെ തീം എന്താണ്? ഭൂഗർഭജലം. ഭൂഗർഭജലം അദൃശ്യമായതിനെ ദൃശ്യമാക്കുന്നു. 2022 ലോക കാലാവസ്ഥാ ദിനത്തിന്റെ തീം നേരത്തെയുള്ള മുന്നറിയിപ്പും നേരത്തെയുള്ള പ്രവർത്തനവും. G20 രാജ്യങ്ങൾ ആവിഷ്കരിച്ച ആഗോള പരിസ്ഥിതി പുനഃസ്ഥാപന പദ്ധതിയുടെ മേധാവിയായി നിയമിതനായ വ്യക്തി മുരളി തുമ്മാരുകുടി. വേനലിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ശുദ്ധജലം ലഭ്യമാക്കുവാൻ മൺചട്ടികൾ സൗജന്യമായി വിതരണം ചെയ്തതിനെ 2022 മാർച്ചിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിലൂടെ പ്രശംസിച്ച മലയാളി ആരാണ്? ശ്രീമാൻ നാരായണൻ. അങ്ങാടിക്കുരുവികളുടെ അതിജീവനത്തിനായി വനം വകുപ്പിന്റെ സാമൂഹ്യ വനവൽക്കരണ വിഭാഗം നടപ്പിലാക്കി വരുന്ന പദ്ധതി കുരുവിക്കൊരു കൂട് പദ്ധതി. 2022 ലോക ഭൗമദിനത്തിന്റെ തീം എന്താണ്? നമ്മുടെ ഗ്രഹത്തിൽ നിക്ഷേപിക്കുക. നീർധാര ഏത് നദിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വാമനപുരം നദി. കളരി വനം ഏത് നദിയുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്? വാമനപുരം നദി. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് ഏതാണ്? പല്ലി ഗ്രാമം. ഇന്ത്യയിൽ ആദ്യമായി കാർബൺ ന്യൂട്രൽ അഗ്രികൾച്ചറൽ പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ്. സംസ്ഥാന കൃഷി വകുപ്പിന്റെ ഞങ്ങളും കൃഷിയിലേക്ക് പദ്ധതിയുടെ ഭാഗ്യചിഹ്നം ഏതാണ്? ചില്ലു അണ്ണാറക്കണ്ണൻ. നഗരഹൃദയത്തിൽ വനം വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ചെറു സ്ഥലങ്ങളിൽ ഹ്രസ്വവനം സൃഷ്ടിച്ച് വായു മലിനീകരണം കുറയ്ക്കുക,
ശുദ്ധവായു പ്രദാനം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളോടെ വനം വന്യജീവി വകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? നഗരവനം പദ്ധതി. 2021 ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവൽ മികച്ച പരിസ്ഥിതി ചിത്രമായി തിരഞ്ഞെടുത്തത്? പച്ച. സംവിധാനം ശ്രീവല്ലഭൻ. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഡയറക്ടർ ആയി നിയമിതയായ ആദ്യ വനിത? ധൃതി ബാനർജി. സുവോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ യുഫ്ലിക്സ് കേരള എന്ന് നാമകരണം ചെയ്ത തവളയെ കണ്ടെത്തിയത് എവിടെ നിന്നാണ്? തട്ടേക്കാട് പക്ഷി സങ്കേതത്തിൽ നിന്ന്. കേരളത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന ആദ്യ തവളയാണ് യുഫ്ലിക്സ് കേരള. മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തിന്റെ ഔദ്യോഗിക ജീവി ഏതാണ്? ചോലക്കുറുമ്പി തവള. മതികെട്ടാൻ ചോല ദേശീയ ഉദ്യാനത്തിന്റെ ഔദ്യോഗിക സസ്യം ട്രിഫോൺ ആണ്. സുഗതകുമാരിയുടെ ജന്മദിനത്തിൽ കേരളത്തിൽ ഉടനീളം വിവിധ മേഖലകളിൽ നിന്നുള്ളവർ വൃക്ഷത്തൈകൾ നട്ട പരിപാടി ഏതാണ്? സുഗതം ഹരിതം. നബാർഡിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ ആദ്യത്തെ കാർഷിക വിപണന കേന്ദ്രമായ ഫാംശ്രീ അഗ്രോ മാർട്ട് പ്രവർത്തനം ആരംഭിച്ചത് എവിടെയാണ്? കാക്കനാട്. സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് ഏർപ്പെടുത്തിയ 2021 മാതൃകാ കർഷക അവാർഡ് നേടിയത് ആരാണ്? ES തോമസ്. ഓഖി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ സ്മരണാർത്ഥം നിർമ്മിക്കപ്പെട്ട ഓഖി സ്മാരക പാർക്ക് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? പൊഴിയൂർ. സംസ്ഥാനത്തെ ആദ്യത്തെ കാട്ടാന പ്രതിരോധ വേലി സ്ഥാപിതമായത് സുൽത്താൻ ബത്തേരിയിലാണ്.